പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. കൃഷിസ്ഥലത്ത് ഇറങ്ങിയ ആളെ കാട്ടാന ചവിട്ടി. വാളയാർ സ്വദേശി വിജയനാണ് പരിക്കേറ്റത്. കാട്ടാനക്കൂട്ടത്തിൽ ഒന്നാണ് വിജയനെ ആക്രമിച്ചത്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ് കുമാർ, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ആരോഗ്യസ്ഥിതി വിജയന്റേത് ഇപ്പോഴെങ്ങനെയുണ്ട്? പരിസരവാസികൾ, അവിടുത്തെ ആ മേഖലയിലെ നിവാസികളൊക്കെ എന്താണ് പറയുന്നത്? മോത്തി ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കാണാൻ താഴെ നമുക്ക് ആനക്കൂട്ടം 3 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് വിജയൻ്റെ അച്ഛൻ രത്നം നമ്മളോട് പറഞ്ഞത്. അവരുടെ വീട്ടിന് മുന്നിൽ തന്നെയുള്ള നെൽപ്പാടമാണ്. ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന നെൽപ്പാടത്ത് മൊത്തം സ്ഥിരം ആനകൾ വന്ന് ചവിട്ടി മെതിച്ച് ഇതിപ്പോൾ നമുക്ക് പാടം കണ്ടാലറിയാം, ഇത് ഈ കൊയ്യാറായ പാടമാണ്. ആ പാടത്ത് മൊത്തം കൃഷി നശിപ്പിക്കുന്നത് കണ്ട് അച്ഛനും മകനും വിജയനും അച്ഛൻ രത്നവും കൂടെ വന്ന് 3 വട്ടം ഓടിച്ചു രാത്രി. പിന്നീട് പുലർച്ചെ 4 മണിയോടെയും ഇവിടെ വരികയായിരുന്നു. അത് കണ്ടിട്ട് ഇവർ ഇവിടുന്ന് ആനയെ തുരത്തിയിട്ട് ഇങ്ങനെ ഓടിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് രത്നം പറഞ്ഞത്. അപ്പോൾ ആദ്യം നേരത്തെ എല്ലാം ഫോറസ്റ്റുകാരും വരുമായിരുന്നു. പക്ഷേ പിന്നീട് ഫോറസ്റ്റുകാരില്ലാതെ ഇവർ അച്ഛനും മകനും മാത്രം. വാളയാറിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രസാദ് കുമാറാണ് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് വാളയാറിലാണ് കാട്ടാന ആക്രമണം. കൃഷി സ്ഥലത്തിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കണ്ട് എത്തിയതാണ് കാട്ടാന ചവിട്ടിയ വാളയാർ സ്വദേശി വിജയനാണ് പരിക്കേറ്റിട്ടുള്ളത്. കാട്ടാനക്കൂട്ടത്തിൽ ഒന്ന് വിജയനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രസാദ് കുമാർ നൽകുന്ന വിവരം. നാടെങ്ങും ഈ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. അതിദാരുണമായൊരു സംഭവം ഇന്നലെ ഉണ്ടായത് വയനാട്ടിലാണ്. വയനാട്ടിലെ മാനന്തവാടി മേഖലയിലാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ വാളയാറും ഇതുപോലെ തന്നെ ഏകദേശം ഇതിന് സമാനമായി തന്നെ വന്യജീവി കാട്ടാന ഇറങ്ങുന്നു, ചവിട്ടുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. വിജയനാണ് ചവിട്ടേറ്റത്. പ്രസാദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രസാദ്, പറയൂ. മോത്തി, ഇപ്പോൾ നമ്മുടെ വിജയന്റെ അച്ഛൻ രത്നം നമ്മളോടൊപ്പം ചെയ്യുന്നത്. ആ ചേട്ടാ, എങ്ങനെയാണ് എവിടെ നിന്ന് ഈ സംഭവം ഉണ്ടായത്? ഇങ്ങനെ കാട്ടിൽ ഞങ്ങളെ വീട്ടിലിരുന്നു. വന്നിപ്പോ ഒരു വണ്ടി ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ആട്ടി വിട്ടപ്പോൾ ഇവർ ഗാർഡുമാരൊക്കെ വന്ന് ഫോറസ്റ്റ് ഇവരുണ്ട്, വാച്ചർമാർ ഒക്കെ വന്ന് ആട്ടി വിട്ടു പോയി. പിന്നെയും ഒരിക്കൽ വന്ന് പിന്നെയും 2 വട്ടം വന്നപ്പോൾ 2 വട്ടം ആട്ടി വിട്ടു പോയി. 3ാമത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാറ്ററി അടിക്കുമ്പോൾ 3 എണ്ണം വരുന്നു. ഞാനും അച്ഛനും മകനും കൂടിയിട്ട് വന്നിട്ട് ആട്ടി വിട്ട് പോയതാണ് അവനെ മുടിക്കരുത്. ഈ സ്ഥിരം വരുന്ന ആളുകളാണോ? സ്ഥിരം വരുന്നത് സാറേ അറിയില്ലല്ലോ സാറേ, സ്ഥിരം വരുന്നത് അറിയില്ലല്ലോ. ആനകൾ സ്ഥിരം വരുന്നുണ്ട്. അവിടെ തന്നെ ഈ കാട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു, വരുന്നുണ്ട്. നമ്മൾ ഏത് ആന വരുന്നു ഏത് പോയെന്നൊന്നും അറിയില്ല. ഈ ഭാഗത്തേക്ക് നിങ്ങൾ പോയല്ലോ, അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നിന്ന് സംഭവിച്ചു പറഞ്ഞ് ഞങ്ങൾ പോയ ആന ആട്ടിവിട്ടത് ഇവിടെ വന്ന് ബാറ്ററി അടിച്ച് നോക്കിയപ്പോൾ തിരിഞ്ഞു കണ്ട ആന മുട്ടിച്ചിട്ട് വന്ന് പോണം, അവനെ മുട്ടിക്ക് പോയിരുന്നു. ഇതാണ് നടന്നത്. എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുവരും? ആംബുലൻസ് എല്ലാം കൊണ്ടുപോയത്. ഇത് വേദന ഇരിക്കാൻ വയ്യ പറഞ്ഞിട്ട് ഇത് വേണ്ടിട്ട് ഇരിപ്പിന് കാലുണ്ട് ഇതിന്. പിന്നെ ഗാർഡുമാരുണ്ട്, അവർ വിളിച്ചപ്പോൾ അപ്ലൈ വന്നവർ. അപ്പോൾ അങ്ങനെ അതാണ് അദ്ദേഹം പറയുന്നത്. ഇടുപ്പിനാണ് പരിക്കേറ്റിരിക്കുന്നത് വിജയന്റെ. അപ്പം കാലിലും പരിക്കേറ്റ്. എന്താണ് ചെയ്തതെന്ന് ഇരുട്ടായതിനാൽ എന്താണ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹം വിജയനെ തോളിലേറ്റിക്കൊണ്ടുവന്ന് ഈ പാടം കടന്ന് അപ്പുറത്തെ വീട് തൊട്ടടുത്ത് തന്നെ, ഈ പാടം കടന്നാൽ റോഡാണ്, റോഡിന്റെ അവിടെ തന്നെയാണ് വീടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെയാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി. പിന്നീട് ഫോറസ്റ്റുകാർ വന്നു. അങ്ങനെ ആംബുലൻസ് വിളിച്ചാണ് വിജയനെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് തൃശ്ശൂരിലെ ജൂബിലി ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കേണ്ട മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ.